Hi dear students, welcome back to Professional Business Skills. പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുള്ളതിൻ്റെ ബാക്കി കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന ത്രെഡ്സുകളെ കുറിച്ചും ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചായിരുന്നു. അതിൽ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ത്രെഡ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ബാക്കിയുള്ള ത്രെഡ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ദെൻ നെക്സ്റ്റ് ഫിഷിംഗ്. Phishing is the fraudulent attempt to obtain sensitive information such as usernames, passwords, and credit card details by disguising oneself as a trustworthy entity in an electronic communication. ഫിഷിംഗ് എന്ന് പറയുന്ന ഒരു ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. നമ്മുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ലൈക്ക് യൂസർ നെയിം, പാസ്വേഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റിനെയാണ് നമ്മൾ ഫിഷിംഗ് എന്ന് പറയുന്നത്. എന്താണ് അവർ ചെയ്യുന്നത്? ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് ഇത്തരത്തിൽ ഫിഷിംഗ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാറുള്ളത്. ടിപ്പിക്കലി ക്യാരിഡ് ഔട്ട് ബൈ ഇമെയിൽ സ്പൂഫിംഗ് ഓർ ഇൻസ്റ്റൻറ്റ് മെസ്സേജിംഗ്. ഇറ്റ് ഓഫൺ ഡയറക്ട്സ് യൂസേഴ്സ് ടു എൻ്റർ പേഴ്സണൽ ഇൻഫർമേഷൻ അറ്റ് എ ഫേക്ക് വെബ്സൈറ്റ് വിച്ച് മാച്ചസ് ദ ലുക്ക് ആൻഡ് ഫീൽ ഓഫ് ദി ലെജിറ്റിമേറ്റ് സൈറ്റ്. സാധാരണഗതിയിൽ ഫിഷിംഗ് കാണാറുള്ളത് ഇമെയിൽ സ്പൂഫിങ്ങിലും അതുപോലെ തന്നെ മെസ്സേജിങ്ങിലുമാണ്. നമ്മുടെയൊക്കെ മെസ്സേജുകൾ ചെക്ക് ചെയ്താൽ കാണാൻ കഴിയും. നിങ്ങൾക്ക് ഇത്ര രൂപയുടെ, ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ 1 കോടി രൂപ നിങ്ങൾക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 1 കോടി നിങ്ങൾക്ക് സമ്മാനമായി ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആപ്പിൾ ഫോൺ നിങ്ങൾക്ക് സമ്മാനമായി ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഫോം ഫില്ല് ചെയ്യണം എന്ന് പറയും. എന്നിട്ട് നമ്മൾ ആ ഫോമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, നമ്മുടെ ഒരുപാട് ഇൻഫർമേഷൻസ്, പേഴ്സണലായിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ചോദിക്കും. അത് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാറ്റ ഉപയോഗിച്ച് എന്ത് ചെയ്യണം? അവർ ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് നടത്തുകയോ അല്ലെങ്കിൽ നമ്മുടെ വാല്യൂബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അവർ മോഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രസ്റ്റ് വർത്തിയാണ് എന്നുള്ള തോന്നിപ്പിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു? നമ്മളിലേക്ക് മെസ്സേജസ് തരുന്നു. ആ മെസ്സേജസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ആ രീതിയിലുള്ള ഒരു ഫ്രോഡുലൻ്റ് ആയിട്ടുള്ളൊരു അറ്റംപ്റ്റിനെയാണ് നമ്മൾ ഫിഷിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതും ഒരു ത്രെറ്റാണ്. ദെൻ മറ്റൊരു ത്രെറ്റാണ് ഇൻ്റർനെറ്റ് ഹാക്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ കഴിയും. ഇഫ് യു ഷെയർ ദിസ്, മാർക്ക് സുക്കർബർഗ് വിൽ സെൻഡ് യു $4.5 million. ഇത്തരത്തിലുള്ള മെസ്സേജുകൾ നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൽ, വാട്സപ്പിൽ ഡെയിലി നമ്മൾ വരാറുണ്ട്. നിങ്ങൾ ഈ ഒരു മെസ്സേജ് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു മെസ്സേജ് നിങ്ങൾ 10 ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നത് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സഹായ നിധിയുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെയൊക്കെ രോഗികളുടെയൊക്കെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് 1 രൂപ കിട്ടും അല്ലെങ്കിൽ 5 രൂപ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതെന്താണ് ആക്ച്വലി ഇറ്റ് ഈസ് എ ഫോൾട്ട്, ഇറ്റ് ഈസ് എ ഫോൾസ് ന്യൂസ്. ഒരിക്കലും അത് ശരിയല്ല. അത്തരത്തിലുള്ള ഫോൾസ് ആയിട്ടുള്ള, അത് അൺട്രൂ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ട്രൂത്താണ്, ശരിയാണ് എന്നുള്ള തോന്നൽ ഉണ്ടാക്കുകയും അത് എന്ത് ചെയ്യുന്നു? അത്തരത്തിലുള്ള സ്റ്റോറീസ് സ്പ്രെഡ് ചെയ്യുന്ന ഒരു ത്രെറ്റാണ് ഇൻ്റർനെറ്റ് ഹാക്സ് എന്ന് പറയുന്നത്. ദീസ് ആർ സ്റ്റോറീസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ ഔട്ട് the internet, often through email, forums and blogs, or showing images that are untrue or alterations of the truth. ട്രൂത്ത് ആണ് എന്നുള്ള തോന്നിപ്പിക്കുക, അല്ലെങ്കിൽ ട്രൂത്തിനെ തന്നെ ഓൾട്ടർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അൺട്രൂ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇമേജസ് ആയിട്ടോ അല്ലെങ്കിൽ ബ്ലോഗുകളായിട്ടോ ഫോറംസ് ആയിട്ടോ അല്ലെങ്കിൽ ഇമെയിലുകളായിട്ടോ ഒക്കെ സ്പ്രെഡ് ചെയ്യുക, ഇൻ്റർനെറ്റിൽ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇൻ്റർനെറ്റ് ഹാക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ടു ട്രൈ എ പേഴ്സൺ ഇൻ ബിലീവിങ് സംതിങ് ദാറ്റ് ഈസ് നോട്ട് ട്രൂ. ശരിയല്ലാത്തൊരു കാര്യത്തിൽ വിശ്വസിപ്പിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇതെന്ത് ചെയ്യുന്ന ഓരോ ആളുകളും ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്ത് വിടുന്നത്. ദോസ് ഹൂ റെസ്പോണ്ട് ടു സച്ച് മെയിൽ ബിക്കെയിം ദി വിക്ടിംസ്. അതായത് നമ്മൾ ആരെങ്കിലും അത് റെസ്പോണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളും എന്ത് ചെയ്യാണ്? അതിലൊരു പ്രതിയാകണം, ഒരു വിക്ടിമായിട്ട്, അല്ലെങ്കിൽ അതിലെ ഒരു തട്ടിപ്പിന് ഇരയായിട്ടുള്ള ഒരാളായിട്ട് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. ദ ഹാക്സ് കണ്ടെയ്ൻ വൈറസ് വിൽ ഹാം കമ്പ്യൂട്ടർ. അതുപോലെ തന്നെ ഇത്തരത്തിൽ വരുന്ന മെസ്സേജുകളിൽ ഒരു പക്ഷേ വൈറസുകളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. അത് നമ്മുടെ കമ്പ്യൂട്ടറിന് ഹാംഫുള്ളായിട്ട് വരാനുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് വേസ്റ്റ് അവർ ടൈം ബൈ റീഡിങ് ഇറ്റ് ആൻഡ് മാനിപ്പുലേറ്റേഴ്സ്. അതുപോലെ തന്നെ ഇത് നമ്മൾ ഷെയർ ചെയ്യുന്നതിലൂടെയും ഇത് റീഡ് ചെയ്യുന്നതിലൂടെയും നമ്മുടെ ഒരുപാട് സമയം നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻ്റർനെറ്റ് ഹാക്സ് എന്ന് പറയുന്ന ഈ ത്രെറ്റിലൂടെ വരുന്നുണ്ട്. ഇത് നെക്സ്റ്റ് പറയുന്നതാണ് ഹാക്കിംഗ്. ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ എപ്പോഴും കേൾക്കാറുള്ളതാണ്. ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗെയിനിങ് അൺഓതറൈസ്ഡ് ആക്സസ് ടു എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഗെറ്റിംഗ് ആൻ അൺഓതറൈസ്ഡ് ആക്സസ് ടു എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഫോർ പ്രോഫിറ്റ്, ക്രിമിനൽ മിസ്ചീഫ് ഓർ പേഴ്സണൽ പ്ലഷർ. അതായത് എന്തെങ്കിലും ഒരു കാരണത്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തോടു കൂടി മറ്റുള്ളവരുടെ പേഴ്സണലായിട്ടുള്ള ഇൻഫർമേഷൻസിലേക്കോ പേഴ്സണലായിട്ടുള്ള നെറ്റ്വർക്കുകളിലേക്കോ നമുക്ക് ആക്സസ് കിട്ടുക, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് കിട്ടുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഹാക്കർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇത്തരത്തിൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് കിട്ടുന്ന ആളുകളെയാണ് നമ്മൾ ഹാക്കർ എന്ന് പറയുന്നത്. ഒരുപക്ഷെ എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിമിനൽ ആയിട്ടുള്ള കാര്യങ്ങൾ ക്രൈം ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പേഴ്സണൽ പ്ലഷർ കൊണ്ട് ആവാം.
Okay. Anyway, hackers put their mischievous programs in the network, and consequently, it starts to perform some hidden functions which may cause a serious damage to the information stored in the computer system. സാധാരണഗതിയിൽ നെറ്റ്വർക്കുകൾ ഇൻ്റർനെറ്റ് ഒക്കെയാണ് എന്ത് ചെയ്യാറുള്ളത്, ഹാക്ക് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ ഹാക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഹാക്ക് ചെയ്യുകയും അതിൽ അവരെന്ത് ചെയ്യുന്നു, ഹാക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ നെറ്റ്വർക്കാണ് ഹാക്ക് ചെയ്യുന്നതെങ്കിൽ ആ നെറ്റ്വർക്ക് ഹാക്ക് ചെയ്തതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള മലീഷ്യസ് ആയിട്ടുള്ള പ്രോഗ്രാംസ് അതിൽ ഇൻസേർട്ട് ചെയ്യുകയും അതിൽ ഇൻസ്റ്റാൾ ചെയ്യുകയും ആ സോഫ്റ്റ്വെയർസ് ഹിഡൻ ആയിട്ട് അതിൻ്റെ ഫങ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയും ആ ഫങ്ഷൻസ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ നെറ്റ്വർക്കിലും അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലും സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസിന് ഡാമേജ് വരുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ ത്രെട്ടാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. Then a type of hacking. First one പറയുന്നത് വെബ്സൈറ്റ് ഹാക്കിംഗ് ആണ്. ഹാക്കിംഗ് എ വെബ്സൈറ്റ് മീൻസ് ടേക്കിംഗ് അൺഓതറൈസ്ഡ് കൺട്രോൾ ഓവർ എ വെബ് സെർവർ ആൻഡ് ഇറ്റ്സ് അസോസിയേറ്റഡ് സോഫ്റ്റ്വെയർ സച്ച് ആസ് ഡാറ്റാബേസസ് ആൻഡ് അതർ ഇൻ്റർഫേസസ്. വെബ്സൈറ്റ് ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വെബ് സെർവറിലേക്ക് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് കിട്ടുകയും ആ ഒരു വെബ് സെർവറിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ആക്സസ് കിട്ടുകയും ചെയ്യുന്ന ഒരു ടൈപ്പ് ഹാക്കിങ്ങിനെയാണ് നമ്മൾ വെബ്സൈറ്റ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. അതായത് സിംപ്ലി നമുക്ക് പറയാം, ഒരു വെബ്സൈറ്റ് ഹാക്ക് ചെയ്യുക. ഒരു വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, ആ വെബ്സൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. ആ വെബ്സൈറ്റിൽ എന്തെല്ലാം കണ്ടന്റുകളാണ് വരേണ്ടത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ കഴിയും. അത് ഏതെല്ലാം രീതിയിലാണ് അവിടെ ഇൻ്റർഫേസസ് നടക്കേണ്ടത്, അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിലാണ് അവിടെ ട്രാൻസാക്ഷൻസ് നടത്തേണ്ടത് എന്നുള്ളത് ഈ ഹാക്കർക്ക് തീരുമാനിക്കാൻ കഴിയും. അല്ല, അത്തരത്തിലുള്ള ഹാക്കിങ്ങിനെയാണ് നമ്മൾ വെബ്സൈറ്റ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. മറ്റൊന്ന് നെറ്റ്വർക്ക് ഹാക്കിംഗ് ആണ്. ഗാദറിംഗ് ഇൻഫർമേഷൻ അബൌട്ട് എ നെറ്റ്വർക്ക് ബൈ യൂസിംഗ് ടൂൾസ് ലൈക്ക് ടെൽനെറ്റ്, പിങ്, നെറ്റ്സാറ്റ് എക്സെട്ര വിത്ത് ദ ഇൻറ്റൻറ്റ് ടു ഹാം ദ നെറ്റ്വർക്ക് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഓപ്പറേഷൻസ്. അതായത് നമ്മുടെ ഓർഗനൈസേഷൻസൊക്കെ ഒരുപാട് നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്, നെറ്റ്വർക്ക് സിസ്റ്റംസ് ഉപയോഗിക്കുന്നുണ്ട്. ആ നെറ്റ്വർക്കിലൂടെ ഒരുപാട് ഓപ്പറേഷൻസ് നടത്തുന്നുണ്ട്, ഒരുപാട് ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ള നെറ്റ്വർക്കുകളിലേക്ക് ഒരു അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് കിട്ടുകയും ആ ആക്സസ് ഉപയോഗിച്ചിട്ട് ആ നെറ്റ്വർക്കിൽ ഡിസ്ട്രപ്ഷൻസ് ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ടൈപ്പ് ഹാക്കിങ്ങിനെയാണ് നമ്മൾ നെറ്റ്വർക്ക് ഹാക്കിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഇമെയിൽ ഹാക്കിംഗ് ആണ്. സിംപ്ലി നമുക്ക് പറയാം, ഇമെയിൽ അക്കൗണ്ട് ഹാക്ക് ചെയ്യുക. ഇമെയിൽ അക്കൗണ്ടിലേക്ക് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് കിട്ടുന്നതിനെയാണ് ഇമെയിൽ ഹാക്കിംഗ് എന്ന് പറയുന്നത്. ദെൻ നാലാമതായിട്ട് പറയുന്നത് എത്തിക്കൽ ഹാക്കിംഗ് ആണ്. ഫൈൻഡിങ് വീക്ക്നെസ് ഇൻ എ കമ്പ്യൂട്ടർ ഓർ നെറ്റ്വർക്ക് സിസ്റ്റം ഫോർ ടെസ്റ്റിംഗ് പർപ്പസ് ആൻഡ് ഫൈനലി ഗെറ്റിംഗ് ദം ഫിക്സ്ഡ്. എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇത് നല്ല ഒരു രീതിയിൽ, ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞതെല്ലാം ഒരു ക്രൈമാണ് അല്ലെങ്കിൽ അനത്തിക്കലായിട്ടുള്ള കാര്യമാണ്. എന്നാൽ എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു നെറ്റ്വർക്ക് സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ ആർക്കെങ്കിലും ഹാക്ക് ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ എന്തെല്ലാം പ്രോബ്ലംസ് അതിനുണ്ട്, എന്തെല്ലാം വീക്ക്നെസ്സുകൾ അതിലുണ്ട് എന്നുള്ളത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഹാക്ക് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്നത്. അതിലൂടെ നമ്മുടെ നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലംസിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിന് സൊല്യൂഷൻ കാണാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ദെൻ അഞ്ചാമത് പറയുന്ന പാസ്വേഡ് ഹാക്കിംഗ് ആണ്. പ്രോസസ് ഓഫ് റിക്കവറിങ് സീക്രട്ട് പാസ്വേഡ് ഫ്രം ദി ഡാറ്റ ദാറ്റ് ആർ സ്റ്റോർ ഓർ ട്രാൻസ്മിറ്റഡ് ബൈ എ കമ്പ്യൂട്ടർ സിസ്റ്റം. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്തതോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗിച്ച് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതോ ആയിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഡാറ്റകൾ, ആ ഡാറ്റയിൽ നിന്നും സീക്രട്ട് ആയിട്ടുള്ള പാസ്വേഡുകൾ, ആ ഡാറ്റ ഓപ്പൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സീക്രട്ട് ആയിട്ടുള്ള പാസ്വേഡുകൾ റിക്കവർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പാസ്വേഡ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. സിംപ്ലി നമുക്ക് ഇത്ര പറയാം, മറ്റൊരാളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഏതെങ്കിലും രീതിയിൽ നമ്മളത് മോഷ്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പാസ്വേഡ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഈ രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പിൽ ഹാക്കിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, റെമഡീസ് എഗെയിൻസ്റ്റ് ഹാക്കിംഗ്. എങ്ങനെ നമുക്ക് ഹാക്കിംഗ് ഒഴിവാക്കാൻ കഴിയും? നമ്മുടെ കമ്പ്യൂട്ടറുകളെ, കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടുകളെ, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളോ അല്ലെങ്കിൽ ഇമെയിൽ അക്കൗണ്ടുകളെയൊക്കെ എങ്ങനെ നമുക്ക് ഹാക്കിങ്ങിൽ നിന്നും പ്രൊട്ടക്ഷൻ നൽകാൻ കഴിയും എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ചെക്കിംഗ് സിസ്റ്റം സെക്യൂരിറ്റി. നമ്മുടെ നെറ്റ്വർക്ക് സിസ്റ്റത്തെയും നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെയും ഒക്കെ സെക്യൂരിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. എത്രത്തോളം അത് പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളത് ഇടയ്ക്ക് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് സെക്യൂരിറ്റി സിസ്റ്റം ക്യാൻ ബി ചെക്ക്ഡ് വിത്ത് മോക്ക് സെക്യൂരിറ്റി ബ്രേക്കിംഗ് സോഫ്റ്റ്വെയർസ്. സോഫ്റ്റ്വെയർസ് ഡെവലപ്ഡ് ബൈ എത്തിക്കൽ ഹാക്കേഴ്സ്. എത്തിക്കൽ ഹാക്കേഴ്സ് നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ സെക്യൂരിറ്റിയും അതുപോലെ തന്നെ സിസ്റ്റത്തിലെ വീക്ക്നെസ്സുകളും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എത്തിക്കൽ ഹാക്കിംഗ് നടത്തുന്നത്. അത്തരത്തിൽ എത്തിക്കൽ ഹാക്കേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ സിസ്റ്റത്തിൻ്റെ സെക്യൂരിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ റെമഡിയൽ ആക്ഷനായിട്ട് പറയുന്നത്. രണ്ടാമത്തെ ആക്ഷൻ എന്ന് പറയുന്നത് യൂസ് ഓഫ് ഫയർവാൾസ് ആണ്. ഫയർവാൾസ് എന്ന് പറഞ്ഞാൽ സെർട്ടൈൻ പ്രോഗ്രാംസ് ആണ്. ഒരു ഗേറ്റ് കീപ്പറുടെ ഡ്യൂട്ടി ചെയ്യുന്ന സെർട്ടൈൻ പ്രോഗ്രാംസിനെയാണ് നമ്മൾ ഫയർവാൾസ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഫയർവാൾസ് നമ്മുടെ നെറ്റ്വർക്കിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ടെക്നിക്കായിട്ട് പറയുന്നത്. The firewall identify names, internet protocol address, applications and other details of incoming traffic. നമ്മുടെ ആ ഒരു നെറ്റ്വർക്കിലേക്ക് വരുന്ന എല്ലാ മെസ്സേജുകളെയും ആ മെസ്സേജ് സെൻഡ് ചെയ്യുന്ന ആളുകളെയും അതുപോലെ തന്നെ അതിൻ്റെ IP അഡ്രസ്സുകളെയും അപ്ലിക്കേഷൻസിനെയും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമാണ് ഫയർവാൾസ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഫയർവാൾസ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു റെമഡിയൽ ആക്ഷനായിട്ട് പറയുന്നത്. ദെൻ തേർഡ് വൺ പറയുന്നത് ഡാറ്റ എൻക്രിപ്ഷൻ ആണ്. ഡാറ്റ എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മെനി ഓർഗനൈസേഷൻ ഡിപ്പെൻഡ് ഓൺ എൻക്രിപ്ഷൻ ടെക്നിക് ടു പ്രൊട്ടക്ട്
their valuable information sent over the internet. Encryption is the process of coding of messages to prevent unauthorized access or understanding of data being transmitted. നമ്മൾ ഇൻ്റർനെറ്റിലൂടെ സെൻഡ് ചെയ്യുന്ന ഡാറ്റകൾ, ആ ഡാറ്റകളെ എൻക്രിപ്റ്റ് കോഡിലേക്ക് അല്ലെങ്കിൽ എൻക്രിപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ടെക്നിക്ക് പറയുന്നത്. സെർട്ടൻ കോഡുകളാക്കിയിട്ട് മാറ്റുകയും ആ കോഡുകൾ സെൻഡ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും ആ ഡാറ്റ മറ്റൊരാളുടെ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ കോഡുകളാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ കോഡുകൾ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല, അതിൽ പറയുന്ന മെസ്സേജ് എന്ത് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. സോ ഇത്രയാണ് നമ്മൾ ഹാക്കിങ്ങിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എടുക്കേണ്ട ആക്ഷൻസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് മറ്റൊരു ത്രെട്ടാണ് ട്രോജൻ ഹോഴ്സ്. ഇറ്റ് ഈസ് an unauthorized program which gain control over another system by representing itself an authorized program. നമ്മുടെയൊക്കെ മൊബൈൽ ഫോണുകളിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കമ്പ്യൂട്ടർ സിസ്റ്റംസിൽ ഒരുപാട് സോഫ്റ്റ്വെയർസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രോഗ്രാംസ് റൺ ചെയ്യുന്നുണ്ട്. എന്നാൽ അതിലെല്ലാം ഓതറൈസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണോ എന്നുള്ളത് നമുക്കറിയില്ല. എന്നാൽ ചില പ്രോഗ്രാംസ് ഉണ്ട്, ആ പ്രോഗ്രാംസ് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ പ്രോഗ്രാംസ് നമ്മളുടെ വിചാരം, നമ്മൾ കരുതുന്നത് എന്താണ്, അതൊരു ഓതറൈസ്ഡ് പ്രോഗ്രാം എന്നാണ്. എന്നാൽ അത് ആക്ച്വലി എന്തല്ല, ഒരു ഓതറൈസ്ഡ് പ്രോഗ്രാം അല്ല. അത്തരത്തിൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമിനെയാണ് നമ്മൾ ട്രോജൻ ഹോഴ്സസ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ്, ട്രോജൻ പ്രോഗ്രാംസ് വരാറുള്ളത് ഇമെയിലിലൂടെയാണ്. ദിസ് പ്രോഗ്രാം സീംസ് ടു ബി യൂസ്ഫുൾ, നമുക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നിപ്പിക്കും, ബട്ട് ഡസ് സംതിങ് ഹാംഫുൾ ടു ദ കമ്പ്യൂട്ടർ സിസ്റ്റം വിത്തൗട്ട് അവർ നോളജ്, ലൈക്ക് എ ഗെയിം ഓർ സ്ക്രീൻ സേവർ. നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൽ ഒരുപാട് ഗെയിമുകളുണ്ട്, ഒരുപാട് സ്ക്രീൻ സേവേഴ്സ് ഉണ്ട്. ഇതൊക്കെ യൂസ്ഫുൾ ആണ് എന്ന് നമ്മെ തോന്നിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആക്ച്വലി എന്താണ്, ഇത് ഗെയിമാണ്, പക്ഷേ സ്ക്രീൻ സേവർ ആണ്. പക്ഷേ അതേ സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഹാംഫുൾ ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സിസ്റ്റത്തിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നോളജ് ഇല്ലാതെ, നമ്മുടെ അറിവില്ലാതെ, നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രോഗ്രാംസിനെയാണ് നമ്മൾ ട്രോജൻ ഹോഴ്സസ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ഡിലീറ്റ് ഡാറ്റ, ബ്ലോക്ക് ഡാറ്റ, മോഡിഫൈ ഡാറ്റ, കോപ്പിങ് ഡാറ്റ, ഡിസ്റപ്റ്റിംഗ് ഡാറ്റ, കമ്പ്യൂട്ടർ ഓർ നെറ്റ്വർക്ക് പെർഫോമൻസ്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ട്രോജൻ ഹോഴ്സസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻറ്റി ട്രോജൻ സ്കാനേഴ്സ് ആർ അവൈലബിൾ ടു പ്രൊട്ടക്ട് ഡാറ്റ ആൻഡ് സിസ്റ്റംസ്. ഇന്ന് മാർക്കറ്റിൽ ആൻറ്റി ട്രോജൻ സ്കാനേഴ്സ് അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ, സിസ്റ്റത്തിലൊക്കെയുള്ള പിന്നെ ഇത്തരത്തിലുള്ള ട്രോജൻ ഹോഴ്സസിനെ, ട്രോജൻ പ്രോഗ്രാംസുകളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നുള്ളതാണ്. അപ്പോൾ ട്രോജൻ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓതറൈസ്ഡ് പ്രോഗ്രാമാണ് എന്ന് തോന്നിപ്പിക്കും. എന്നാൽ അതെന്തല്ല, ആക്ച്വലി അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഹാംഫുൾ ആവുന്ന, നമ്മുടെ കമ്പ്യൂട്ടറിലെ ഡാറ്റകൾ ഡിലീറ്റ് ചെയ്യുന്ന, ബ്ലോക്ക് ചെയ്യുന്ന, മോഡിഫൈ ചെയ്യുന്ന, കോപ്പി ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസ് ഡിസ്ട്രപ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാംസിനെയാണ് ട്രോജൻ ഹോഴ്സസ് എന്ന് പറയുന്നത്. ഇത്രയാണ് പ്രധാനമായിട്ടും IT-യുടെ ത്രെഡ്സുകളായിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ത്രെഡ്സുകളെ കുറിച്ചാണ്. അതിൽ ഫസ്റ്റ് വൺ കമ്പ്യൂട്ടർ വൈറസസ്, വോംസ്, ലോജിക് ബോംബ് ആൻഡ് ടൈം ബോംബ്, വെബ് ജാക്കിംഗ്, ഇൻ്റർനെറ്റ് ടൈം തെഫ്റ്റ്, ഇമെയിൽ ബോംബിംഗ്, സലാമി അറ്റാക്ക്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ കമ്പ്യൂട്ടർ വൈറസസ്. എ പ്രോഗ്രാം ഓർ പ്രോഗ്രാമിംഗ് കോഡ് ദാറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഇറ്റ് സെൽഫ് ആൻഡ് ഇൻഫെക്ട്സ് ദ കമ്പ്യൂട്ടർ ഈസ് ടേംഡ് ആസ് വൈറസ്. വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമാണ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് കോഡാണ്. അത് സ്വമേധയാ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് കയറി കഴിഞ്ഞാൽ, കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിനെ ഇൻഫെക്റ്റ് ചെയ്യുകയും കമ്പ്യൂട്ടറിനെ ബാധിക്കുകയും ചെയ്യുന്ന ഒരു ടേമിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത്. ദേ ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ആസ് അറ്റാച്ച്മെൻറ്റ്സ് ടു ആൻ ഇമെയിൽ നോട്ട് ഓർ ഇൻ എ ഡൗൺലോഡബിൾ ഫയൽ ഓർ ബി പ്രസൻറ്റ് ഓൺ എ ഡിസ്കറ്റ് ഓർ CD. അല്ലേ, ഇത് നമുക്കറിയാം. ഈ വൈറസുകൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക്, ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക് അതെങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ഇമെയിലുകളിൽ അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടാവാം, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുന്ന ഫയലുകളുടെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ CD-കളിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള പിന്നെ ഫ്ലോപ്പി ഡിസ്കുകളിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളിലോ ഏതെങ്കിലും ഒരു ഫയലിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് കമ്പ്യൂട്ടർ വൈറസുകൾ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ്. ദ ഇമ്മീഡിയറ്റ് സോഴ്സ് ഓഫ് ദി ഇമെയിൽ നോട്ട് ഡൗൺലോഡ് ഫയൽ ഓർ disk you have received is usually unaware that it contain a virus. സാധാരണഗതിയിൽ ഇതിൻ്റെ ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഇമെയിലിൽ നിന്നും അതുപോലെ തന്നെ നമ്മൾ വെബ്സൈറ്റുകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ഫയലുകളും അതുപോലെ തന്നെ നമ്മൾ CD-കളിലും അതുപോലെയുള്ള പിന്നെ സ്റ്റോറേജ് മീഡിയാസിലൊക്കെ സ്റ്റോർ ചെയ്യുമ്പോൾ ആ സ്റ്റോർ ചെയ്യുന്നതിൻ്റെ കൂടെ അത് ട്രാൻസ്മിറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അത് മറ്റുള്ള പിന്നെ ഫയലുകളിലേക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് മറ്റുള്ള ഫയലുകളിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ടൈപ്പ് പ്രോഗ്രാമിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്ന ഒരു ത്രെട്ട് തന്നെയാണ്. നമ്മുടെ ഡാറ്റ നഷ്ടപ്പെട്ടു പോകാനും ഡാറ്റയിൽ ഡ്യൂപ്ലിക്കേഷൻസ് കൊണ്ടുവരാനും ഡാറ്റയിൽ ചേഞ്ചസ് കൊണ്ടുവരാനും ഒക്കെ ഇത്തരത്തിൽ വൈറസ് പ്രോഗ്രാംസിന് കഴിയുമെന്നുള്ളതാണ്.
ദെൻ അതിൻ്റെ പ്രധാനപ്പെട്ട ഇതിൻ്റെ ഫീച്ചേഴ്സാണ് പറയുന്നത്. ഒന്ന്, എബിലിറ്റി ടു റിപ്ലിക്കേറ്റ് ഇറ്റ് സെൽഫ് എന്നുള്ളതാണ്. കമ്പ്യൂട്ടർ വൈറസിന് ഒരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് എബിലിറ്റി ടു റിപ്ലിക്കേറ്റ് ഇറ്റ് സെൽഫ്. സ്വമേധയാ അതിൻ്റെ കോപ്പികൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകതയായിട്ട് പറയുന്നത്. രണ്ട് പറയുന്ന എബിലിറ്റി ടു അറ്റാച്ച് ഇറ്റ് സെൽഫ് ടു അനദർ ഫയൽ. മറ്റൊരു ഫയലിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യപ്പെടാനുള്ള ഒരു എബിലിറ്റിയും ആർക്കുണ്ട്? കമ്പ്യൂട്ടർ വൈറസുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. സോ അതുകൊണ്ടാണ് ഒരു കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ എന്തെങ്കിലും ഫയൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ കമ്പ്യൂട്ടറിലെ വൈറസ് എന്ത് ചെയ്യുന്നത്? മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഒരു വൈറസ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ വൈറസ് പ്രോഗ്രാം പുതിയ വൈറസ് പ്രോഗ്രാമുകളെ അവിടെ ജനറേറ്റ് ചെയ്യുകയും അത് ഉപയോഗിച്ച് നമ്മുടെ കമ്പ്യൂട്ടറിലെ മറ്റു പ്രോഗ്രാമുകളെ അഫക്റ്റ് ചെയ്യുകയും മറ്റു പ്രോഗ്രാമുകളിലെ ഡാറ്റകളെ നഷ്ടപ്പെടുകയൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, സോ കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ത്രെറ്റാണ്. ദെൻ എങ്ങനെ നമുക്ക് ഈ കമ്പ്യൂട്ടർ വൈറസുകളിൽ നിന്ന് പ്രൊട്ടക്ഷൻ നേടാമെന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ആൻറ്റിവൈറസ് പ്രോഗ്രാംസ് ആണ്. നല്ല ഹൈ ക്വാളിറ്റിയുള്ള ലൈസൻസ്ഡ് ആയിട്ടുള്ള ആൻറ്റിവൈറസ് പ്രോഗ്രാംസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ വൈറസ് പ്രോഗ്രാംസുകളിൽ നിന്നും പ്രൊട്ടക്ഷൻ നേടാവുന്നതാണ്. മറ്റൊന്ന് പറയുന്നത് അക്വിസിഷൻ ഓഫ് സോഫ്റ്റ്വെയർ ഫ്രം റിലയബിൾ സോഴ്സസ്. വിശ്വാസയോഗ്യമായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് മാത്രം നമ്മൾ സോഫ്റ്റ്വെയറുകളും ഫയലുകളും അക്വയർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ അത്തരത്തിൽ റിലയബിൾ അല്ലാത്ത സോഴ്സുകളിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോഴാണ്, നമ്മൾ എല്ലാ വെബ്സൈറ്റുകളിൽ നിന്നും ഫയൽസ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിൽ വൈറസ് അറ്റാക്കുകൾ ഉണ്ടാകുന്നത്. മറ്റൊന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ന്യൂ ആപ്ലിക്കേഷൻ ഇൻ സിംഗിൾ കമ്പ്യൂട്ടർ. നമ്മളൊരു പുതിയ ആപ്ലിക്കേഷൻ, പുതിയൊരു സോഫ്റ്റ്വെയർ നമ്മൾ കമ്പനിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു സിംഗിൾ കമ്പ്യൂട്ടറിൽ അപ്ലൈ ചെയ്തിട്ട് അതിൽ ആ ഒരു പ്രോഗ്രാംസിൽ വൈറസ് പ്രോഗ്രാംസ് ഒന്നും ഇല്ല എന്നുള്ളത് എൻഷുർ ചെയ്തതിനു ശേഷം മാത്രം മറ്റുള്ള കമ്പ്യൂട്ടറുകളിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ടെക്നിക്ക് പറയുന്നത്. ദെൻ മറ്റൊന്ന് പറയുന്നത് സിസ്റ്റം അപ്ഡേറ്റ്സ് ആണ്. റെഗുലറായിട്ട് സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. അതായത് കാരണം ഓരോ സമയവും പുതിയ വൈറസുകൾ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പുതിയ വൈറസുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ വൈറസുകളെ ഡിലീറ്റ് ചെയ്യാനും ആ വൈറസുകളിൽ നിന്ന് നമ്മുടെ ഫയൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും കൃത്യമായിട്ട് സിസ്റ്റംസ് എന്ത് ചെയ്യേണ്ടതുണ്ട്? അപ്ഡേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ടല്ലോ. ഇത് നെക്സ്റ്റ് പറയുന്നത് ഇമെയിൽ പ്രിക്വേഷൻസ് ആണ്. ഇമെയിൽസ് സെൻഡ് ചെയ്യുന്ന സമയത്തും ഇമെയിൽസ് റിസീവ് ചെയ്യുന്ന സമയത്തും ആവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രൊട്ടക്ഷൻ മെഷർമെൻ്റ് ആയിട്ട് പറയുന്നത്. ഇത് നെക്സ്റ്റ് പറയുന്നത് സേഫ് ബ്രൗസിംഗ് ആണ്. ബ്രൗസ് ചെയ്യുന്ന സമയത്ത് റിലയബിൾ ആയിട്ടുള്ള സോഴ്സുകൾ, റിലയബിൾ ആയിട്ടുള്ള വെബ്സൈറ്റുകൾ മാത്രം വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ബ്രൗസ് ചെയ്യുന്ന സമയത്തും ഡൗൺലോഡ് ചെയ്യുന്ന സമയത്തും ഒക്കെ ഈ റിലയബിൾ ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് മാത്രം ഇത്തരത്തിൽ ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള മെഷർമെൻ്റ് ആയിട്ട് പറയുന്നത്. സോ ഈ രീതിയിലുള്ള മെഷർമെൻറ്റ്സുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ വൈറസ് അറ്റാക്കിൽ നിന്നും നമ്മുടെ കമ്പ്യൂട്ടറുകളെ, ഡിവൈസുകളെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്ന ഒരു ത്രെട്ട് വോംസ് ആണ്. വോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈറസ് പ്രോഗ്രാം തന്നെയാണ്. ആ വൈറസ് പ്രോഗ്രാം എന്ത് ചെയ്യുന്നു? സ്വമേധയാ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പികൾ എടുക്കുകയും അത് മറ്റുള്ള ഫയൽസിൻ്റെ കൂടെ മറ്റു ഇമെയിലുകളിലേക്ക് ഓട്ടോമാറ്റിക്കലി സെൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ടൈപ്പ് പ്രോഗ്രാമിനെയാണ് നമ്മൾ വോംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നെറ്റ്വർക്കിലേക്ക് കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ആ നെറ്റ്വർക്കിലേക്ക് കണക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ വോംസ് ഉണ്ടെങ്കിൽ ആ വോംസ് എന്ത് ചെയ്യുന്നു? ഓട്ടോമാറ്റിക്കലി പുതിയ ഫയൽസ് ക്രിയേറ്റ് ചെയ്യുകയും ആ ഫയൽസ് മറ്റുള്ള ഫയൽസിൻ്റെ കൂടെ മറ്റു കമ്പ്യൂട്ടറിലേക്ക്, ആ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ടുള്ള മറ്റു കമ്പ്യൂട്ടറുകളിലേക്ക് ഓട്ടോമാറ്റിക്കലി സെൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ടൈപ്പ് വൈറസിനെയാണ് നമ്മൾ വോംസ് എന്ന് പറയുന്നത്. അതായത് വൈറസുകളെ പോലെയല്ല. വൈറസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഫയലിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? വൈറസുകൾക്ക് സഞ്ചരിക്കാൻ കഴിയുള്ളൂ. എന്നാൽ വോംസുകൾക്ക് അങ്ങനെയല്ല. ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൻ്റെ കൂടെയോ ഏതെങ്കിലും ഒരു ഫയലിൻ്റെ കൂടെയോ അറ്റാച്ച് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അങ്ങനെ അറ്റാച്ച്മെൻ്റ് ഇല്ലാതെയും നമ്മൾ ഈ നെറ്റ്വർക്കിലേക്ക് കണക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിൽ, ആ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിൽ ഒരു വൈറസ് പ്രോഗ്രാം ഉണ്ട്, ഒരു വോം പ്രോഗ്രാം ഉണ്ടെങ്കിൽ ആ വോംസ് എന്ത് ചെയ്യും? മറ്റുള്ള കമ്പ്യൂട്ടറിലേക്കും ഓട്ടോമാറ്റിക്കലി സെൻഡ് ആവുന്നു, ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫർ ആവുന്നു എന്നുള്ളതാണ് ഈ വോംസിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കമ്പ്യൂട്ടറുകളുടെ ഫയൽ ട്രാൻസ്മിഷൻ കേപ്പബിലിറ്റീസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിളാണ് MS ബ്ലസർ, അതുപോലെ തന്നെ സാസർ വോംസ് എന്നൊക്കെ പറയുന്ന വോംസ് ഇന്ന് സൈബർ വേൾഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ലോജിക് ബോംബ് ആൻഡ് ടൈം ബോംബ്. നെക്സ്റ്റ് ലോജിക് ബോംബ് ആൻഡ് ടൈം ബോംബ്. ലോജിക് ബോംബും ടൈം ബോംബ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈറസ് പ്രോഗ്രാമുകളെ പോലെ തന്നെയുള്ള ഒരു പ്രോഗ്രാമാണ്. ഇതിൻ്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യപ്പെട്ടുള്ള ഡാറ്റകളെ നശിപ്പിക്കുക, അതുപോലെ തന്നെ ഡാറ്റയിൽ മോഡിഫിക്കേഷൻസ് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടറിനെ ഹാംഫുൾ ആകുന്ന തരത്തിൽ, നെറ്റ്വർക്കുകൾക്ക് ഹാംഫുൾ ആകുന്ന തരത്തിൽ
ആക്ടിവിറ്റീസ് നടത്തുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം. എന്താണ് ലോജിക് ബോംബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സോഫ്റ്റ്വെയറിനകത്ത് ഒരു കോഡ് ഉണ്ട്. ആ കോഡിൽ പ്രത്യേകമായിട്ട് ഏതെങ്കിലും ഒരു ലോജിക്ക്, ഒരു ഫങ്ഷൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ ആ ഒരു ലോജിക്ക് എത്തിക്കഴിഞ്ഞാൽ, ആ ഒരു കണ്ടീഷൻ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിൻ്റെ മലീഷ്യസ് ആയിട്ടുള്ള, ഈ പ്രോഗ്രാമിൻ്റെ മലീഷ്യസ് ആയിട്ടുള്ള ഫങ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളതാണ്. അതായത് നമ്മുടെ ഇമെയിലിലൂടെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും രീതിയിൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഒരു പ്രോഗ്രാം എത്തുന്നു. ആ പ്രോഗ്രാം നമുക്ക് യൂസ്ഫുൾ ആകുന്ന തരത്തിലായിരിക്കും ഒരു പക്ഷേ എന്ത് ചെയ്യുന്നുണ്ടാവുക, പ്രസൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. എന്നിട്ട് അതിലൊരു ലോജിക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിലൊരു ലോജിക്ക് ഇതിൻ്റെ ഡെവലപ്പർ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരു കണ്ടീഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ കണ്ടീഷൻ, ആ ഒരു ലോജിക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ മലീഷ്യസ് ആയിട്ടുള്ള ഫങ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലെ ഡാറ്റകൾ ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങുന്നു, നമ്മുടെ കമ്പ്യൂട്ടറിന് ഹാംഫുൾ ആകുന്ന തരത്തിൽ വർക്കുകൾ ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അതേ കാര്യം തന്നെയാണ് ടൈം ബോംബ് എന്ന് പറയുന്നത്. നമ്മളൊരു പ്രോഗ്രാം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് എത്തിയിട്ടുണ്ട്, നമ്മളത് അറിഞ്ഞിട്ടില്ല. നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്തപ്പോൾ, ഏതൊരു ഫയൽ ഡൗൺലോഡ് ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്, നമ്മളത് കണ്ടിട്ടില്ല. പക്ഷേ അതിലൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു ടൈം സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ ഡെവലപ്പർ. ആ ടൈം എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഈ പ്രോഗ്രാം വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ഈ പ്രോഗ്രാം ഇതിൻ്റെ ഹാംഫുൾ ആകുന്ന ഫങ്ഷൻസ് ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. ഈ രീതിയിലുള്ള പ്രോഗ്രാമുകളെയാണ് ലോജിക് ബോംബ് ആൻഡ് ടൈം ബോംബ് എന്ന് പറയുന്നത്. ഇത് നെക്സ്റ്റ് പറയുന്ന വെബ് ജാക്കിംഗ് ആണ്. വെബ് ജാക്കിംഗ് എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഹൈജാക്കിംഗ് എന്നുള്ള വേർഡിൽ നിന്നാണ്. എന്താണ് വെബ് ജാക്കിംഗ് എന്ന് പറഞ്ഞാൽ, വെബ്സൈറ്റുകളെ ഹാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇൻ ദീസ് കൈൻഡ്സ് ഓഫ് ഒഫൻസസ് ദ ഹാക്കർ ഗെയിൻ ആക്സസ് ആൻഡ് കൺട്രോൾ ഓവർ ദ വെബ്സൈറ്റ് ഓഫ് അനദർ. മറ്റൊരാളുടെ വെബ്സൈറ്റുകളെ കൺട്രോൾ ചെയ്യാനുള്ള, അല്ലെങ്കിൽ അത്തരത്തിൽ അത് ആ ഒരു പവർ കിട്ടുന്ന, ആ ഒരു ആക്സസ് കിട്ടുന്ന ഒരു ടൈപ്പിനെയാണ് നമ്മൾ വെബ് ജാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാക്കേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, വെബ് ജാക്കിംഗ് ചെയ്യുന്നതെന്നുള്ള. എന്തെങ്കിലും രീതിയിലുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ക്യാഷ് സമ്പാദിക്കുക ലക്ഷ്യത്തോട് കൂടിയിട്ട് ഹാക്കേഴ്സാണ് ഈ വെബ് ജാക്കിംഗ് ചെയ്യുന്നത്. അവരെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വെബ്സൈറ്റുകളെ ആക്സസ് അവർക്ക് കിട്ടുന്നു, അതിൻ്റെ കൺട്രോൾ അവർക്ക് കിട്ടുന്നു. അതിലൂടെ നമ്മുടെ വെബ്സൈറ്റിലുള്ള ഇൻഫർമേഷൻസ് അവർക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ത്രെറ്റിനെയാണ് വെബ് ജാക്കിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇമെയിൽ ബോംബിംഗ് ആണ്. ഇമെയിൽ ബോംബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇമെയിൽ അക്കൗണ്ടിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ഇമെയിൽ അക്കൗണ്ടിൻ്റെ ഫങ്ഷൻ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ബൾക്കായിട്ടുള്ള ഇമെയിലുകൾ, മാസീവ് വോള്യൂംസിൽ, വലിയ ഒരു എമൗണ്ടിൽ എന്ത് ചെയ്യുക, ഇമെയിലുകൾ ഒരുമിച്ച് ആ ഒരു ഇമെയിൽ അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്യുകയും ആ ഇമെയിൽ അക്കൗണ്ടിനെ ബ്ലോക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഇമെയിൽ അക്കൗണ്ടിനെ എന്ത് ചെയ്യുകയാണ്, മരവിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ടൈപ്പ് അറ്റാക്കിംഗ് ആണ് ഇമെയിൽ ബോംബിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞത്, ഇമെയിൽ ബോംബ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് അബ്യൂസാണ്. മാസീവ് വോള്യൂംസ് എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് ഒരുപാട് ഇമെയിലുകൾ ഒരുമിച്ച് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഇമെയിൽ അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്യുകയും, അത്തരത്തിൽ ഒരുപാട് ഇമെയിലുകൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എന്താവും, നമ്മുടെ ഇമെയിൽ അക്കൗണ്ടിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റി എന്ത് ചെയ്യും, അധികമായി കഴിഞ്ഞാൽ പിന്നെ ആ കപ്പാസിറ്റിയുടെ അപ്പുറത്തേക്ക് നമുക്ക് ഇമെയിൽ വന്നു കഴിഞ്ഞാൽ ആ ഇമെയിൽ അക്കൗണ്ട് പിന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു അറ്റാക്കിങ്ങിനെയാണ് ഇമെയിൽ ബോംബിംഗ് എന്ന് പറയുന്നത്. ഇമെയിൽ ബോംബിനെ ലെറ്റർ ബോംബ് എന്നുള്ള പേരിലും അറിയപ്പെടാറുണ്ട്. നെക്സ്റ്റ് പറയുന്നത് സലാമി അറ്റാക്കാണ്. സലാമി അറ്റാക്ക് എന്ന് പറയുന്നത് വളരെ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അറ്റാക്കാണ്. പക്ഷേ സലാമി അറ്റാക്കിൻ്റെ ഒരു പ്രത്യേകത, ഇത് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ ചെറിയ രീതിയിലുള്ള ഫിനാൻഷ്യലായിട്ടുള്ള തട്ടിപ്പുകളാണ് സലാമി അറ്റാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് സലാമി സ്ലൈസിങ് എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. അറ്റാക്കേഴ്സ് ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കസ്റ്റമേഴ്സിൻ്റെ ഇൻഫർമേഷൻസ്, ബാങ്കിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അവർ കളക്ട് ചെയ്യുകയും ആ ഇൻഫർമേഷൻസ് ഉപയോഗിച്ചിട്ട് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും വളരെ ചെറിയ ഒരു എമൗണ്ട് എന്ത് ചെയ്യുന്നു, അവർ ഡിഡക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മെത്തേഡാണ് സലാമി അറ്റാക്ക് എന്ന് പറയുന്നത്. സപ്പോസ് നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ ഒരു 50 പൈസ അല്ലെങ്കിൽ ഒരു 20 പൈസ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു, ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് പേ ചെയ്യേണ്ടത് 110 രൂപ 50 പൈസയാണ്, അല്ലെങ്കിൽ 110 രൂപയാണ്. നമ്മളത് അത് ഡിഡക്റ്റ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്തു, നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഒരു 50 പൈസ അധികം പോയി, അല്ലെങ്കിൽ 1 രൂപ അധികം പോയി. നമ്മൾ ആരും എന്ത് ചെയ്യില്ല, അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് നമ്മൾ കാണില്ല, അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ളൊരു പ്രോബ്ലമായിട്ട് നമ്മൾ കാണില്ല. കാരണം ചെറിയൊരു എമൗണ്ടാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഈ രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള മോഷണം, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഒരു അറ്റാക്കിങ്ങിനെയാണ് നമ്മൾ സലാമി അറ്റാക്ക് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സലാമി അറ്റാക്കുകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഇതിന് ആരും കംപ്ലയിൻറ്റ് ചെയ്യാൻ പോകില്ല, കാരണം ചെറിയൊരു എമൗണ്ടാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്, അല്ലേ? അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഹാക്കേഴ്സിനെ നമുക്ക്
നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലമായിട്ട് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇൻ്റർനെറ്റ് ടൈം തെഫ്റ്റാണ്. ഇൻ്റർനെറ്റ് ടൈം തെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ടൈം, ഓരോരുത്തർക്കും ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാനൊരു ടൈം ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ നൽകുന്നുണ്ട്. അല്ലെ, നമുക്ക് ഒരു ദിവസം 1.5 GB നൽകുന്നു, അല്ലെങ്കിൽ 1 GB നൽകുന്നു. അത് നമുക്കുള്ള ടൈമാണ്, അല്ലെ, നമുക്കുള്ള ആ ഒരു ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാനുള്ള ടൈമാണ്. ആ സമയം എന്ത് ചെയ്യുന്നു, മറ്റുള്ള ആളുകൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയാണ് ഇൻ്റർനെറ്റ് ടൈം തെഫ്റ്റ് എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കിട്ടുന്ന സമയത്തെ, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ ആ യൂസിനെ എന്ത് ചെയ്യുന്നു, അവരുടെ പെർമിഷൻ ഇല്ലാതെ അൺഓതറൈസ്ഡ് ആയിട്ട് മറ്റൊരാൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻ്റർനെറ്റ് ടൈം തെഫ്റ്റ് എന്ന് പറയുന്നത്. ദി ഓതറൈസ്ഡ് പേഴ്സൺ ഗെറ്റ്സ് ആക്സസ് ടു അനദർ പേഴ്സൺസ് ISP, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ, യൂസർ ID ആൻഡ് പാസ്വേഡ്. അല്ല, ഓരോരുത്തർക്കും ഓരോ IDയും പാസ്വേഡും ഉണ്ട്. അപ്പോൾ നമ്മൾ വൈഫൈ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു IDയും ഒരു പാസ്വേഡും ഉണ്ട്. ആ IDയും പാസ്വേഡും ഹാക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള രീതിയിലോ എന്ത് ചെയ്യുന്നു, മറ്റൊരാൾ കൈക്കലാക്കുന്നു. എന്നിട്ട് ആ IDയും പാസ്വേഡും ഉപയോഗിച്ചിട്ട് അവർ നമ്മുടെ ഇൻ്റർനെറ്റ് എന്ത് ചെയ്യാണ്, ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻ്റർനെറ്റ് ടൈം തെഫ്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയാണ് പ്രധാനമായിട്ടുള്ള കമ്പ്യൂട്ടർ ത്രെഡ്സുകളായിട്ട് പറയുന്നത്. സോ ഇത്രയാണ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.